ഇന്ന് ഇത് സംഭവിക്കും. പോട്ട ബാങ്ക് കവർച്ച കേസിൽ റിമാൻഡിലായ പ്രതി റിജോ ആന്റണിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക. വിശദമായ അന്വേഷണത്തിന് 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം 1ാം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി വയനാട്ടിൽ നിന്നും 3 കുംകി ആനകളെയും അതിരപ്പള്ളിയിൽ എത്തിച്ചു. മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായേക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 9ാം ദിവസത്തിൽ. മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ആശാ വർക്കർമാർ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം മറ്റന്നാൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ മികച്ച 1ാം ഇന്നിംഗ്സ് സ്കോർ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. 4-ന് 206 എന്ന നിലയിൽ കേരളം 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. 69 റൺസുമായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും 30 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനും ക്രീസിലുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അന്തിമരൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കും. വ്യാഴാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി കരട് റിപ്പോർട്ടിന് അംഗീകാരവും നൽകും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവ് ഇന്ന് 11:30 മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയാകും. ഇന്നും നാളെയും നടക്കുന്ന പരിപാടിയിൽ വാർത്തകളിലെ സ്ത്രീ, മാധ്യമങ്ങളിലെ ലിംഗസമത്വം, സമൂഹ മാധ്യമങ്ങളിലെ സ്ത്രീ എന്നീ വിഷയങ്ങളിൽ പാനൽ ചർച്ച നടക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഇന്ന് ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സന്ദർശനം നടത്തും. കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലയിലെത്തുന്നത്. ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഇന്ന് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന് നടപടികളുണ്ടാകും. രാഷ്ട്രപതി ഭവനിൽ ഖത്തർ അമീറിനായി പ്രത്യേക സ്വീകരണം ഒരുക്കും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള റഷ്യ-അമേരിക്ക ചർച്ച ഇന്ന്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. റഷ്യയുമായും സൗദി അറേബ്യയുമായും ഇന്ന് അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തും. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കൻ പ്രതിനിധികൾ റഷ്യയുടെയും സൗദിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിൽ യുക്രൈൻ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം മുളന്തുരുത്തി മേൽപ്പാലം ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മേൽപ്പാലം തുറക്കുന്നതോടെ ചോറ്റാനിക്കര മുളന്തുരുത്തി റോഡിലെ ലെവൽ ക്രോസ് അടയ്ക്കുന്നത് മൂലമുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്നാണ് വിവരം.